കുറച്ച് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽസിലൊക്കെ സെലക്ട് ചെയ്യപ്പെടുകയും കോമ്പീറ്റ് ചെയ്യുകയും ചെയ്തൊരു പടമാണ് പാരഡൈസ്. ശ്രീലങ്കൻ ഡയറക്ടറായിട്ടുള്ള പ്രസന്ന വിത്തനാകെ ചെയ്ത മലയാള പടമാണ് പാരഡൈസ്. ശ്രീലങ്കയിലൊരു പൊളിറ്റിക്കൽ അൺട്രസ്റ്റും പിന്നെ എക്കണോമിക് ക്രൈസിസൊക്കെ അതിൻ്റെ പീക്കിൽ നിൽക്കുമ്പോഴാണ് ഈ സിനിമയുടെ ഒരു പ്ലോട്ട് നടക്കുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് അവിടെ ടൂറിസ്റ്റുകളായിട്ട് പോകുന്നൊരു കപ്പിളാണ് കേശവും അമൃതയും, അതായത് നമ്മുടെ ദർശനയും റോഷനും ചെയ്യുന്ന ക്യാരക്ടർ. അവർ തന്നെയാണ് ഈ സിനിമയിലെ ഒരു മെയിൻ ലീഡ്സ് എന്ന് പറയുന്നത്. ഈ സിനിമ ഞാൻ ശരിക്കും ബാംഗ്ലൂർ ഫിലിം ഫെസ്റ്റിവലിൽ കുറേ ക്യൂ ഒക്കെ നിന്നിട്ട് എനിക്ക് സീറ്റ് കിട്ടാതെ പോയൊരു പടം. അപ്പോൾ ഞാൻ ഈ സിനിമ കാണാൻ പോയപ്പോൾ എനിക്കൊരു ഓവർ എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു. അത് ഈ സിനിമ മീറ്റ് ചെയ്തോന്ന് ചോദിച്ചാൽ ഇല്ല. എനിക്കറിയില്ല, ഈ സിനിമയായിട്ട് പാരഡൈസ് എന്ന സിനിമയായിട്ട് എനിക്കൊരു ഡിസ്കണക്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു മെയിൻ കാരണം എന്ന് പറയുന്നത് എനിക്ക് തോന്നിയത് പ്രസന്ന ഈ സിനിമ ഒരു കാഷ്വൽ ഫ്ലോയിലല്ല കൊണ്ടുപോകുന്നത്. അതായത് ഈ ക്യാരക്ടേഴ്സിൻ്റെ കൂടെ തന്നെയാണ് നമ്മളെല്ലാവരും സഞ്ചരിക്കുന്ന, നമ്മളങ്ങനെ ഒരു ജേണി ചെയ്യുന്ന പോലെയാണ് ഈ സിനിമയുടെ ഒരു നറേറ്റീവ്, ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സിനിമയിൽ ഒരു ഷോട്ട് പോലും എനിക്ക്, അതായത് രണ്ട് പ്ലോട്ടുകൾ പാരലലി പോകുന്ന രണ്ട് പ്ലോട്ടുകൾ അതിൻ്റെ നടുവിൽ മേർജ് ചെയ്യുമ്പോൾ പോലും അതിനൊരു ടാർഗറ്റുണ്ട്. അപ്പോൾ ഒരു ഷോട്ട് പോലെ ഒരു നാച്ചുറൽ ഫ്ലോയിൽ പോകുന്നൊരു ഷോട്ടായിട്ട് എനിക്ക് തോന്നിയില്ല. എല്ലാം ഇങ്ങനെ ഒരു മെസ്സേജ്, അതിൻ്റെ ആ ഷോട്ടിൻ്റെ എൻഡിൽ എന്തായാലും ഒരു മെസ്സേജ് ഉണ്ട്, അതൊരു പൊളിറ്റിക്കൽ മെസ്സേജ് ആയിരിക്കും. അത് അങ്ങനെ ഒരു മോഡലാണ് ഈ സിനിമ പോകുന്നത്. എനിക്കത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തൊരു സംഭവം എന്ന് പറയുന്നത് ഈ കപ്പിൾ ടോക്കിലൊക്കെ വരുന്ന ഒരു വെയിറ്റാണ്. നമുക്കൊരു കാഷ്വൽ ആയിട്ടുള്ളൊരു കോൺവെർസേഷൻ ഈ കപ്പിളിൻ്റെ ഇടയിൽ ഈ സിനിമയിൽ കാണാനേ പറ്റില്ല. അതല്ലെങ്കിൽ അവരുടെ റിലേഷൻഷിപ്പിൻ്റെ ഒരു ട്രൂ നേച്ചറും അവർ റിയലൈസ് ചെയ്യുന്നതും ഇവിടെ വന്ന് ഇങ്ങനെ താമസിച്ച രണ്ടുപേരുമുള്ളൊരു പ്രൈവറ്റ് സ്പേസിൽ അവർ നിൽക്കുമ്പോഴാണ് ഇത് കൂടുതലായിട്ട് റിവീൽ ചെയ്യപ്പെടുന്നത്. അങ്ങനെ റിവീൽ ചെയ്യപ്പെടുമ്പോൾ രണ്ട് ക്യാരക്ടേഴ്സ് രണ്ട് ക്ലാസ്സിനെ, രണ്ട് തരത്തിലുള്ളൊരു ക്ലാസ്സിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്, രണ്ട് തരത്തിലുള്ള ആളുകളെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ആ ഒരു സംഭവം തന്നെയാണ് സിനിമയിൽ അപ്പുറത്ത് കാണിക്കുന്ന, അതായത് ശ്രീലങ്കയിലെ ഒരു ഇൻറ്റേർണൽ എത്നിക് കോൺഫ്ലിക്റ്റ്. അതുപോലെ തന്നെ ഈ പവർ സ്ട്രക്ചർ, അവിടെ പോലീസ് ഇടപെടുന്ന സമയത്തൊക്കെ പോലീസ് ആരെയാണ് കൂടുതൽ വിക്ടിമൈസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആരാണ് ഒപ്രസ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ അതിൽ ഒപ്രസ് ചെയ്യപ്പെടുന്നത് ആരാണെന്ന് സിനിമ കൃത്യമായിട്ട് വളരെ ഡയറക്റ്റായിട്ട് തന്നെ അത് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് എനിക്ക് കുറച്ച് ഇമ്പ്രസീവായിട്ട് തോന്നിയാണ് ഇതിലൊരു ലാംഗ്വേജ് പൊളിറ്റിക്സ് ഉണ്ട്. അതായത് മൾട്ടി ലാംഗ്വേജിലാണ് സിനിമ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമ്മളൊക്കെ കോർപ്പറേറ്റിലൊക്കെ കൊണ്ട് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഒരു മെൽറ്റിംഗ് പോട്ട് ഓഫ് കൾച്ചറാണല്ലോ. ഒരുപാട് എത്നിക് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും ഒരുപാട് ഡിഫറെൻറ്റ് ലാംഗ്വേജ് സംസാരിക്കുന്ന ആളുകളും ഒരുപാട് കൾച്ചറിൽ നിന്ന് വരുന്ന ആൾക്കാരൊക്കെയാണല്ലോ ഉള്ളത്. അപ്പോൾ അവരൊക്കെ അവരെ പറ്റി അവർ കേൾക്കാൻ ആഗ്രഹിക്കാത്തൊരു കാര്യം പറയുമ്പോൾ നമ്മളപ്പോൾ നമ്മുടെ മദർ ടങ്ങിലേക്ക് സ്വിച്ച് ചെയ്യുമല്ലോ. അത് ഈ സിനിമയിൽ എനിക്ക് ആ ടൂൾ ഉപയോഗിച്ചത് എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞ് ഇതിൽ പിന്നെ പറയുന്നൊരു സംഭവമാണ്, ഏറ്റവും കൂടുതലായിട്ട് വരുന്നൊരു സംഭവമാണ് ഈ രാമായണ ടൂർ എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു ടൂറിസ്റ്റ് ഇതാണ്, അത് ടൂറിസ്റ്റുകൾ ചെയ്യുന്നൊരു കാര്യമാണ് ശ്രീലങ്കയിൽ. അപ്പോൾ ഇതിൽ രാവണനുമായിട്ട് ബന്ധപ്പെട്ട്, രാവണൻ സീത ഇങ്ങനെയുള്ളൊരു ഇക്വേഷനുമായിട്ട് ബന്ധപ്പെട്ട് എപ്പിക്ക്, അതായത് ഇപ്പോൾ രാമായണം എങ്ങനെയാണ്, രാമായണം ഒരു മൾട്ടി വേർഷൻസ് ഓഫ് രാമായണം, 300 വേർഷൻസ് ഓഫ് രാമായണം ഉണ്ടെന്നാണ് അതിൽ അമ്മു എന്ന് പറഞ്ഞ ക്യാരക്ടർ പറയുന്നത്. അപ്പോൾ അതായത് നമ്മളിപ്പോൾ ജീവിക്കുന്ന പ്രസൻറ്റ് നമ്മുടെ ഒരു ലിവിങ് ഒരു കണ്ടീഷൻ അനുസരിച്ച്, അല്ലെങ്കിൽ ഒരു സർക്കംസ്റ്റൻസ് അനുസരിച്ച് നമ്മൾ രാമായണനെ ഇൻ്റർപ്രറ്റ് ചെയ്യും. നമ്മളുടെ എപ്പിക്കുകളെയും നമ്മൾ അങ്ങനെയാണ് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഒരു മെസ്സേജ്. അപ്പോൾ ഇത് പറയുന്നതും ഇതൊരു കോൺവെർസേഷനാണ്. പക്ഷേ ഈ ഒരു കോൺവെർസേഷൻ എന്ന് പറയുന്നത് തന്നെ കുറച്ച് രാമായണ ടൂറിൽ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത് എല്ലാം ഈ പറഞ്ഞ പോലെ ഒരു കാഷ്വൽ കോൺവെർസേഷൻ അല്ല, എല്ലാം ടാർഗറ്റഡ് ആണ്. അത് കുറച്ച് ഓവർബോർഡ് ആയില്ല എന്ന് എനിക്ക് തോന്നിയായിരുന്നു. അപ്പോൾ ഈ പറയുന്ന ഈ വേർഷൻസ് ഓഫ് രാമായണ എന്ന് പറഞ്ഞ സംഭവമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ സിനിമയുടെ എൻഡ് കിടക്കുന്നത്. അപ്പോൾ എല്ലാ സ്ഥലത്തും എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു നാച്ചുറലി സിനാരിയോസ് ഉണ്ടാവുന്നതല്ല, ഇറ്റ്സ് ബീൻ ക്രിയേറ്റഡ്. അങ്ങനെ ഈ ഒരു കാര്യം പറയാനായിട്ട് ഇങ്ങനെ ഒരു സാധനം ക്രിയേറ്റ് ചെയ്യുന്നു, എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. അങ്ങനെ ഈ സിനിമയുടെ എൻഡ് എന്ന് പറയുന്നത് ഞാൻ കംപ്ലീറ്റ്ലി എൻഡുമായിട്ട് ഡിസ്കണക്റ്റഡ് ആണ്. കാരണം പെട്ടെന്ന് ഹറി ഇങ്ങനെ ക്യാരക്ടേഴ്സ് ഇങ്ങനെ പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്തിട്ട് എന്തോ ചെയ്യുന്ന
ഭയങ്കര ട്രാൻസിഷൻ വന്ന് ക്യാരക്ടേഴ്സ് ഇമ്പൾസീവായിട്ട് ആക്ഷൻ ചെയ്യുന്ന ഒരു എൻഡാണ് ഈ സിനിമയ്ക്കുള്ളത്. ഒട്ടും ഈ സിനിമയുടെ പ്ലോട്ടോ അല്ലെങ്കിൽ ക്യാരക്ടേഴ്സും അവരുടെ ഡെവലപ്മെൻറ്റും ഒക്കെ നോക്കുകയാണെങ്കിൽ ഒട്ടും കണക്റ്റഡ് അല്ല. എനിക്ക് അത് തീരെ ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് തീരെ കണക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതൊരു സിനിമയിൽ എനിക്കൊരു ഭയങ്കരമായിട്ടൊരു പ്രശ്നമായിട്ട് തോന്നിയൊരു സംഭവമാണ്. പിന്നെ ഈ ക്യാരക്ടേഴ്സിനെ ഉപയോഗിച്ചിരിക്കുന്നൊരു രീതി ഉണ്ടല്ലോ, അതായത് ആ ഒരു ശരിക്കും ഈ ഒരു പൊളിറ്റിക്കൽ മെസ്സേജ് കൺവേ ചെയ്യാൻ വേണ്ടിയിട്ട് ടൂൾസായിട്ട് നിൽക്കുന്ന പോലെ തന്നെ എനിക്കങ്ങനെ ഒരു സട്ടിലാണെന്നൊന്നും തോന്നിയില്ല. കൃത്യമായിട്ട് അങ്ങനെ പൊസിഷൻ ചെയ്തിട്ട് ഉപയോഗിച്ച പോലെയാണ് തോന്നിയത്. വളരെ ചെറിയൊരു സിനിമയാണ് കേട്ടോ, 90 മിനിറ്റ്സേ ഉള്ളൂ. വെൽ ട്രിംഡ് ആയിട്ടുള്ളൊരു പടമാണ്. നമ്മുടെ രാജീവ് രവിയാണ് സിനിമാറ്റോഗ്രഫി. കുറേയൊക്കെ ഈ ഇവിടെ നടക്കുന്ന, അതായത് ഈ പറയുന്ന തീമുമായിട്ടും ക്യാരക്ടേഴ്സിൻ്റെ മൂഡ്സുമായിട്ടൊക്കെ മേജ് ചെയ്തു പോകുന്ന ഷോട്ടുകളാണ് ആ സിനിമയിലുള്ളത്. പിന്നെ എഡിറ്റിംഗ് ശേഖർ പ്രസാദാണ്. അത് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് സിനിമ ആവശ്യത്തിനുള്ള സംഭവങ്ങൾ മാത്രം, അങ്ങനെ ട്രിംഡ് ആയിട്ടുള്ളൊരു സിനിമയാണ്. അങ്ങനെ അങ്ങോട്ട് എക്സ്റ്റെൻഡ് ആയിട്ടൊന്നും പോകുന്നില്ല. അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒരു പ്ലോട്ട് നിൽക്കുന്നത്. ഈ സിനിമയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പെർഫോമൻസസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശ്രീലങ്കൻ ആക്ടേഴ്സിന് കേട്ടോ, ഭയങ്കര നാച്ചുറൽ ആക്ടേഴ്സാണ്. പിന്നെ അതിൽ ഗൈഡായിട്ട് വരുന്ന നമ്മുടെ ശ്യാം ഫെർണാണ്ടോ, പിന്നെ പോലീസ് ഓഫീസറായിട്ട് വരുന്ന മഹീന്ദ്ര പെരേര, അതുപോലെ തന്നെ റിസോർട്ടിലെ 2 കാര്യങ്ങളൊക്കെ ചെയ്യുന്ന 2 ആക്ടേഴ്സുണ്ട്. അപ്പോൾ ഈ 4 ആക്ടേഴ്സ് നമ്മൾ സ്ക്രീനിൽ കാണുമ്പോൾ ഉണ്ടല്ലോ, ഭയങ്കര നാച്ചുറലായിട്ട് തോന്നുന്നു, അവർ അഭിനയിക്കുന്നതായിട്ട് തോന്നിയില്ല. പിന്നെ വരുന്നത് റോഷനും ദർശനയുമാണ്. റോഷൻ വളരെ റൈറ്റ് മീറ്ററിൽ കറക്റ്റ് ഒരു കുറച്ച് ഇമോഷണൽ വേരിയേഷൻസ് ഒക്കെ വരുന്നൊരു ക്യാരക്ടറാണ്. അപ്പോൾ എൻ്റെ ഒരു ഡയലോഗ് മോഡുലേഷനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. റോഷൻ്റെ ഒരു ആക്ടിങ് എന്ന് പറയുന്നത് ഭയങ്കര നാച്ചുറലായിട്ട് തോന്നി. ഇനി ദർശനിലേക്ക് വരുമ്പോൾ ദർശനം എനിക്ക് നന്നായിട്ട് ബോറടിച്ചു. കാരണം ദർശനം അത്യാവശ്യം നല്ല രീതിയിൽ ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ദർശനയുടെ ഓവറോൾ സ്ക്രീൻ പെർസോണ, ലുക്സ് ആയാലും മേക്കപ്പ് ആയാലും കോസ്റ്റ്യൂംസ് ആയാലും എല്ലാം ഈ സിനിമയിലെ എന്താണ് ഈ സിനിമയിൽ ലൊക്കേഷൻ, അതിൻ്റെ ഒരു ക്യാരക്ടർ സ്കെച്ച് എങ്ങനെയാണ്, ആ രീതിയിൽ നമ്മൾ ഒന്ന് ഷിഫ്റ്റ് ചെയ്യേണ്ടതുണ്ടല്ലോ കാര്യങ്ങളൊക്കെ. അങ്ങനെ ഒരു സംഭവമേ ഇല്ല. ഭയങ്കര ടെംപ്ലേറ്റ് ആയിട്ടുള്ള എക്സ്പ്രഷൻസും കാര്യങ്ങളൊക്കെയാണ് കണ്ടത്. എനിക്ക് സത്യത്തിൽ ഇങ്ങനെയൊരു റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു റോൾസൊക്കെ എടുക്കുകയും റിഫ്രഷിംഗ് ആയിട്ടുള്ളൊരു അപ്പിയറൻസ് കൊടുക്കുകയൊക്കെ ഇനി ദർശന ചെയ്യേണ്ടതല്ലേ എന്നാണ് എനിക്ക് തോന്നിയത്. ഈ സിനിമയിൽ ദർശനയുടെ പെർഫോമൻസിന് നല്ല അപ്രിസിയേഷനൊക്കെ കിട്ടിയതാണ്. പക്ഷേ അതെൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ്. എനിക്ക് കണ്ടിട്ട് ബോറടിച്ചു. അപ്പോൾ നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയനൊക്കെ ഒന്ന് കമൻറ്റിൽ പറയണേ. കാരണം എനിക്ക് ഈ സിനിമയെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഒപ്പീനിയനാണ് ഉള്ളതെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് നിങ്ങളുടെ കമൻസൊക്കെ അറിയാൻ ആഗ്രഹമുണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.